സോ ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്നൊക്കെ നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് അല്ലെങ്കിൽ യെസ് കോയിൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ചുരുങ്ങിയ സമയത്തിനുള്ള മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ്? സോ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെലഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ഗെയിമാണ്. ഇതിനകത്ത് നമുക്ക് ഹാംസ്റ്റർ കോയിൻ എന്ന് പറഞ്ഞൊരു കോയിൻ മൈൻ ചെയ്യാൻ പറ്റും. സോ മൈനിങ് എന്നൊന്നും അറിയാത്തവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നൊരു കോയിൻ വന്നിട്ടുണ്ടായിരുന്നു, നോട്ട് കോയിൻ എന്നായിരുന്നു ആ ഒരു കോയിൻ്റെ പേര്. സോ അത് സക്സസ് ആയതിനു ശേഷം ഈ ഒരു കോയിൻ അല്ലെങ്കിൽ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു കോയിൻ ഭയങ്കരമായിട്ട് ആൾക്കാർ റഷ് ചെയ്ത് കയറുകയും എല്ലാവരും മൈൻ ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ടെലഗ്രാം ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 മില്യൺ ഫോളോവേഴ്സ് അല്ലെങ്കിൽ 33 മില്യൺ മെമ്പേഴ്സാണ് ആ ടെലഗ്രാമിനകത്തുള്ളത്. സോ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സോ നോട്ട് കോയിൻ സോ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടെലഗ്രാം അക്കൗണ്ട് മാത്രമാണ്. ഓക്കെ, സോ ടെലഗ്രാമിനകത്ത് നമ്മൾ ടെലഗ്രാം ത്രൂ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ത്രൂ ആണ് നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ ഇൻ്റർഫേസ് ഒക്കെ ആക്സസ് ചെയ്യുന്നതെല്ലാം അതുവഴി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് ഈ ഒരു കോയിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊന്നും ലിസ്റ്റ് ആയിട്ടില്ല, പക്ഷേ ലിസ്റ്റ് ആവുന്നതായിരിക്കും എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ മാക്സിമം കയറിയിട്ടവരാണെന്നുണ്ടെങ്കിൽ അതുവഴി ഇനി കയറാൻ നോക്കണ്ട. സോ കയറാത്തവരാണെന്നുണ്ടെങ്കിൽ അതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കോയിൻസ് നിങ്ങളുടെ ഇതിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും പ്ലേ എന്നൊരു ബട്ടൺ. സോ ആ ഒരു പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശേഷം നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ മെയിൻ പേജിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, സോ ടെലഗ്രാം ത്രൂ തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇതാണ് നിങ്ങളുടെ ഒരു ഇൻ്റർഫേസ് വരുന്നതെന്ന് പറഞ്ഞാൽ, സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാംസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഫിഗർ അവിടെ കാണാനായിട്ട് പറ്റും. സോ അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കോയിൻ വെച്ച് മൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ താഴെ നിങ്ങൾക്ക് 9000 എന്ന് പറഞ്ഞൊരു നമ്പർ കാണാനായിട്ട് പറ്റും. സോ അതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കോയിൻ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ മൈനിങ് കപ്പാസിറ്റിയാണ്. സോ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കുറച്ച് നേരം ഈ ഒരു ആപ്പിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നമ്മുടെ മാക്സിമം കോയിൻസ് കയറുന്നുണ്ടാവുക. സോ 9000 എന്ന് പറയുന്ന ലിമിറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ 9000 എന്ന് പറയുന്ന ലിമിറ്റ് മാക്സിമം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൈനിങ് നമുക്ക് അവിടെ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഏൺ എന്ന് പറഞ്ഞ ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ഏണിനകത്ത് നിങ്ങൾക്ക് ഡെയിലി റിവാർഡ്സ് അതുപോലെ തന്നെ ഡെയിലി ഓരോ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ അതിനകത്ത് കോയിൻ മൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവരുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അവർ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ അതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ആ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ യൂട്യൂബ് പേജിനകത്തോട്ട് പോവും. ആൻഡ് അതിനുശേഷം തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോയിൻസ് കിട്ടില്ല. പിന്നെ ഒരു 2 അവറിന് ശേഷം വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 1 lakh കോയിൻസ് അല്ലെങ്കിൽ എത്രയാണ് അവർ ക്ലെയിം ചെയ്യുന്നത് ആ ഒരു കോയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലോട്ട് വരും. സോ അത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മൈൻ എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. സോ താഴ്ന്ന് രണ്ടാമത്തെ ആ ഒരു ഓപ്ഷനാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഇവിടെ മേലെ നിങ്ങൾക്ക് ഞാനൊരു 3 കാർഡ് സെലക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു +5 മില്യൺ എന്ന് പറയുന്ന ഒരു കോയിൻ്റെ കണക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമുക്കൊരു 4 കോയിൻ 4 അല്ലെങ്കിൽ ഒരു 3 കാർഡ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യണം. സോ ഈ ഒരു 3 കാർഡ് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇതൊരു ഡെയിലി ടാസ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു 3 കാർഡ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് 5 മില്യൺ ഡെയിലി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഓരോ ദിവസം റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. സോ ഒരു ദിവസം നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ പിന്നെ പിറ്റേ ദിവസം റീഫ്രഷ് ആയിട്ട് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ എന്ന് കാണാൻ പറ്റും മേലെ ടോപ്പിനാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് വരാവുന്ന ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലോക്ക് സിമ്പിൾ മാറ്റുന്നുണ്ടെങ്കിൽ ഈ ലോക്കായിട്ട് കിടക്കുന്ന കാർഡ്സൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ ഒരു 4 ടാബായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാർഡ്സ് കാണാനായിട്ട് പറ്റും. സോ PR&T ടീം, ലീഗൽ, അങ്ങനെ സ്പെഷ്യൽ, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. 4 സെക്ഷൻസ് മെയിൻലി ഉണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാർഡുകൾ കാണാൻ പറ്റും. സോ ഇവിടെ കുറച്ചെണ്ണം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി ലോക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോക്ക്ഡായി കിടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് സിമ്പിളിൻ്റെ താഴെ നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷൻ പോലെ ഒരു കാണാനായിട്ട് പറ്റും. സോ അതായത് എന്ത് ചെയ്താലാണ് നമുക്ക് ഈ ഒരു കാർഡ്സ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കോയിൻ, അതായത് നമ്മുടെ മാർക്കറ്റ് ടാബിലുള്ള ഒരു കോയിനാണ്. സോ ഈ ഒരു മാർജിൻ ട്രേഡിംഗ് കോയിൻ നമുക്ക് ഓൾറെഡി ലോക്കായിട്ട് തന്നെ കിടക്കുന്നുള്ളത്. സോ ഇത് നമുക്ക് അൺലോക്ക് ചെയ്യണം. സോ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തേക്കണം കാണാൻ പറ്റും. ഷോർട്ട് സ്ക്വീസ് ലെവൽ 10 ആക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഷോർട്ട് സ്ക്വീസ് എന്ന് പറയുന്നത് ഏത്
ടാബിലാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. സോ ഇവിടെ ഓൾറെഡി 4 ടാബ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ മാർക്കറ്റ്, അതുപോലെ തന്നെ PR, ലീഗൽ, സോ സ്പെഷ്യൽ, ഇത്രയൊക്കെയാണ് നമ്മുടെ ടാബ്സ് ഉള്ളത്. സോ അതിനകത്ത് എവിടെയാണ് ഈ ഒരു ഷോർട്ട് സ്ക്വീസ് എന്ന് പറയുന്നത് കിടക്കുന്നതെന്ന് വെച്ച് നോക്കണം നിങ്ങൾ. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ആ ഒരു ഷോർട്ട് സ്ക്വീസിൽ പോയതിന് ശേഷം ഇവർ പറഞ്ഞിട്ടുള്ള ലെവൽ എത്രയാണ്, അത് ഓരോന്നിനും ഓരോ ലെവലായിരിക്കും അല്ല, അതുപോലെ തന്നെ ഓരോ കാർഡായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കോയിൻ കൊടുക്കേണ്ടി വരും. ആ ഒരു കോയിൻ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ഒരു 5 മില്യൺ കോയിൻ നമുക്ക് ഡെയിലി ക്ലെയിം ചെയ്യാണ്ട് പറ്റും. പിന്നെ വേറൊരു 1 lakh കോയിൻ നമുക്ക് ഒരു കോഡ് അടിച്ചതിന് ശേഷം ചെയ്യാണ്ട് പറ്റും, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് കിട്ടുന്നതാണ്. സോ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇങ്ങനെയാണ് നമ്മൾ ഒരു കാർഡ് അൺലോക്ക് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ നിങ്ങൾ 3 കാർഡ് അൺലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മില്യൺ കോയിൻ വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ റെഫറിൽ നിങ്ങൾക്ക് ഒരു 25K അതുപോലെ തന്നെ അയാൾക്ക് കുറച്ച് കോയിൻസ് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെയിലി ടാസ്കുകൾ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നുള്ളത്, അങ്ങനെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം കോയിൻ ഡെയിലി ക്ലെയിം ചെയ്യാണ്ട് പറ്റുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏൺ പെർ ടാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മേലെ പ്രോഫിറ്റ് പെർ അവറിൻ്റെ സൈഡിൽ കാണാനായിട്ട് പറ്റും. ആ ഒരു ഏൺ പെർ ടാപ്പിൽ നിങ്ങൾ 3 വട്ടം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാംസ്റ്റർ ഇരിക്കുന്നത് ഓൾറെഡി അത് ബ്ലൂ ആയിരിക്കും. സോ ആ ഒരു കളർ നിങ്ങൾക്ക് റെഡ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ആ ഒരു മോഡിലാണ് കിടക്കുന്നുള്ളത്. ഓക്കെ, പിന്നീട് നിങ്ങൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് +10 അല്ലെങ്കിൽ +1 അങ്ങനെയൊന്നും ആയിരിക്കില്ല കാണാൻ പറ്റുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഓരോ ഡോട്ട് എന്നുള്ള രീതിക്കായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അതിനകത്തുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ കോഡ് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഓരോ കോഡായിരിക്കും വരുന്നുണ്ടാവുക. അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാം. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ആ ഒരു കോഡ് നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അടിക്കാനായിട്ട് നമുക്ക് മാനുവലി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊന്നുമില്ല. സോ നമ്മുടെ ആ ഒരു ഹാംസ്റ്ററിൻ്റെ ലോഗോ അല്ലെങ്കിൽ ആ ഹാംസ്റ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു വട്ടം ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ടായിട്ടായിരിക്കും റെപ്രസെൻ്റ് ആവുക. ആൻഡ് അതുപോലെ തന്നെ പ്രസ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ # ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ആവുക. ഓക്കെ, സോ ഇത് ദിവസം ഓർത്ത് വയ്ക്കുക. നമ്മൾ പിറ്റേ ദിവസം കോഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് തരാം എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു കോഡ് കറക്റ്റായിട്ട് അടിച്ച് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ ആ കോഡ് വരുത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 1 lakh കോയിൻ നിങ്ങൾക്ക് ഡെയിലി ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരു 6 ബൂസ്റ്റ് അവൈലബിൾ ആണ്. സോ ഇവിടെ താഴെ നിങ്ങൾക്ക് ബൂസ്റ്റ് ടാബ് കാണാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി നിറഞ്ഞിരിക്കുന്ന കോയിൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. സോ ഇവിടെ ബൂസ്റ്റ് ടാബിൽ നിങ്ങൾക്ക് ഫുൾ എനർജി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 6 ഫുൾ എനർജി ഫ്രീ ആയിട്ട് കിട്ടും. സോ ഫുൾ എനർജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ 0 ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഫുൾ എനർജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 0യിൽ നിന്ന് നമുക്ക് എത്രയാണോ മാക്സിമം കപ്പാസിറ്റി ആ ഒരു കപ്പാസിറ്റിയിലോട്ട് ആ ഒരു വാല്യൂ എത്തുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും ടാപ്പ് ചെയ്ത് മൈൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫുൾ എനർജി യൂസ് ചെയ്യുമ്പം ഓരോ മണിക്കൂർ ഇടവിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ മൾട്ടി ടാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ഇവിടെ ഞാൻ ടാപ്പ് ചെയ്തപ്പോൾ +10 എന്നായിരിക്കും കണ്ടന്റ് ഉണ്ടാവുക നിങ്ങൾ. സോ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂടും. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം +1 ആയിരിക്കും ഉണ്ടാവുക. സോ അത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് അത് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കപ്പാസിറ്റി ഓപ്ഷനാണുള്ളത്. സോ ആ ഒരു കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതും അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് ഇപ്പോൾ മെയിൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് പെർ അവർ എന്നൊരു ടാബ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ എൻ്റെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 12K ആണ്. സോ ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്, അതുകൊണ്ടാണ് 12K കിടക്കുന്നത്. സോ മെയിൻ അക്കൗണ്ടിനകത്ത് 5 lakhനടുത്താണ് കിടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ നിങ്ങൾ മാക്സിമം ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻ കേസ് ഈ ഒരു ടെലഗ്രാം നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരുപാട് നേരത്തിന് ശേഷം നമ്മൾ കയറുന്നു. സോ ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ 1 മില്യൺ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് 1 മില്യൺ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ കൂട്ടണ കാര്യം ഞാൻ പറഞ്ഞത്. സോ അതെങ്ങനെയാണ് കൂട്ടാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു 5 മില്യൺ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ഫ്ലിപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാർഡ് ഫൈൻഡ് ചെയ്യുന്ന അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കാർഡുകളുടെ അടുത്ത് നിങ്ങൾക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോയിൻ്റെ ഒരു 1000K അല്ലെങ്കിൽ 1K എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. സോ അത് കൂട്ടുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ കൂടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കാർഡ്സ് കൂട്ടിയാലാണ് നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ മാക്സിമം ആവുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഇടാം. സോ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഹാംസ്റ്റർ കോമ്പാറ്റിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു സംഭവം ക്രിപ്റ്റോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പൈസ കിട്ടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ അധികം നേരത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. സോ മാക്സിമം ഒരു ദിവസം 15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രിപ്റ്റോ ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ ഇത്രയും ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണം ചെയ്യാം. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.